മാഷാ അല്ലാ, ഇന്ന് റമദാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ കട്ട്ലറ്റിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. പല നോയ്സുകളും ഇടയ്ക്ക് കയറി വരുന്നുണ്ടാവും. കാരണം നോമ്പ് തുറന്ന് നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് വേറെ സ്നാക്സുകളും കാര്യങ്ങളൊന്നും വേണ്ട. മോൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റും എഗ്ഗ് കറിയും പൊരിച്ച പത്തിരിയും എന്നാണ്. മക്കൾക്ക് അതാണ് താല്പര്യം. ഇന്ന് എസ്പെഷ്യലി ഇന്നത്തെ നോമ്പ് തുറക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഓർഡറും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് മക്കൾക്ക് വേണ്ടി അവരെ കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മോനൊക്കെ കറക്റ്റ് പ്ലാൻ ഉണ്ടാകും. നാളെ ഇന്നത് വേണം എന്നുള്ള കറക്റ്റ് പ്ലാൻ എന്നോട് പറയും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവര് വെറൈറ്റി ഓരോന്ന് പറയും. സവാളയൊക്കെ അത്യാവശ്യം നന്നായി സാധാരണ പോലെ വഴന്ന് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ നന്നായി വാഷ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും ഒരുമിച്ചിട്ടിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അത് ഞാൻ ഒരുമിച്ച് തന്നെ പുറത്തെടുത്തിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം നന്നായി വഴന്നതിന് ശേഷം ഞാൻ ചിക്കൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ട്ലറ്റിന്റെ പ്രത്യേകത സാധാരണ ചിക്കൻ നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കൂല, അധികം വഴറ്റാനില്ല. ഇത് ഞാൻ നന്നായി വഴറ്റുന്നുണ്ട്. ഞാൻ ചെയ്തോക്കട്ടെ. ഇത് ഞാൻ സോസും കൂട്ടി കഴിക്കുമ്പല്ലേ വീഡിയോ എടുക്കണേ. ഇങ്ങനെ കേട്ടോ ഒന്ന് ഞാൻ ഒരിടത്തെ ഞാൻ ഇട്ടോട്ടെ. ടേസ്റ്റ് ഇല്ലെങ്കിലോ ടേസ്റ്റ് ഇല്ലെങ്കിലോ എനിക്കറിയാൻ പറ്റും എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആൾക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുക്കിങ്ങും എൻ്റെ റെസിപ്പീസും എൻ്റെ ഫുഡും മാത്രമാണ് ആള് കഴിക്കുക. വേറെ ഒന്നിനോടും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആളുടെ ഇന്നത്തെ ആഗ്രഹപ്രകാരം ഞാൻ കട്ട്ലറ്റാണ്, ചിക്കൻ കട്ട്ലറ്റിന്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്. അതായത് ആ ചിക്കനും ഉള്ളിയും നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ. ആ നന്നായി മുരിഞ്ഞ് വന്നതിലേക്കാണ് നമ്മൾ കട്ട്ലറ്റിന്റെ ലാസ്റ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഈ മല്ലിയില കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കറിവേപ്പില മാത്രമാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എഗ്ഗ് കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്. ആ സമയം തന്നെ ഞാൻ പൊരിച്ച പത്തിരിക്കുള്ള ഐറ്റംസ്, അതായത് മാവ് കുഴച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും കുറച്ച് മൈദയാണ്, ജീരകവും കരിഞ്ജീരകവും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായി തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. മൈദ, പത്തിരിപ്പൊടി, പുട്ടുപൊടി, ഇത്രയും കാര്യങ്ങളാണ് മാവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഭയങ്കര ലൂസിൽ കുഴയ്ക്കാൻ പാടില്ല, അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലോ പുട്ടുപൊടിയും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ട് സോക്കാവുകയും വേണം. വെള്ളത്തിന്റെ കണ്ടന്റ് എല്ലായിടത്തും എത്തുകയും വേണം കേട്ടോ. അങ്ങനെ ഒരുവിധം വെറ്റായതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ പുട്ടുപൊടി ഇരുന്ന് വീർത്ത് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ പിന്നെ കട്ട്ലേറ്റിനുള്ള ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഭയങ്കര ലേസി ആയിട്ടുള്ള പണികളാട്ടോ എടുക്കുന്നത്. പിന്നെ ഷേപ്പൊക്കെ അണിവാനായിട്ട് ഇങ്ങനെ കാണും. സാരല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് കൊടുക്കണമില്ല. അപ്പൊ ചില സമയത്ത് ഒരു മടിപ്പണിയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ കട്ട്ലറ്റ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കാരണം ഫ്രൈ ചെയ്ത പോലെയാണ് അതിലുള്ള ചിക്കൻ ഉള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു വേറെ ടേസ്റ്റുമാണ്. അതുപോലെ അതിലുള്ള പൊട്ടറ്റോ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കട്ട്ലറ്റ്സും ഇങ്ങനെ
ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സമയം ഓൾമോസ്റ്റ് 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അസ്ർ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് തന്നെ. പിന്നെ ഇങ്ങനെ ഈ പൊരിച്ച പത്തിരിക്കുള്ള ഓരോരോ ബോൾസും ഇതുപോലെ നീളത്തിൽ കുഴച്ച് ഉരുട്ടിയതിന് ശേഷം എൻ്റെ കേക്ക് ചെയ്യുന്ന സ്ക്രൈപ്പർ കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മുഴുവൻ ബോൾസ് ആക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതൊരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് അവിടെ ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് കട്ട്ലറ്റിന്റെ കോട്ടിംഗ് ആണ്. പിന്നെ ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറും എഗ്ഗിന്റെ ഡിപ്പിലല്ല മുക്കിയെടുക്കണത് കേട്ടോ. ഇതിൽ ഞാൻ കോൺഫ്ലോറും മൈദയും എഗ്ഗും കുരുമുളക് പൊടിയും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു മാവിലാണ് മുക്കിയെടുക്കുന്നത്. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മാവായിരിക്കും, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ എഗ്ഗിന്റെ ബാറ്ററിൽ മുക്കിയെടുക്കുന്നതിനേക്കാളും ഭയങ്കര ക്രിസ്പി ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും ഇതിന്റെ ക്രിസ്പിനെസ്. അങ്ങനെ എല്ലാ കട്ട്ലേറ്റ്സും ഞാൻ ഇതുപോലെ ഉരുട്ടി കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പൊരിച്ച പത്തിരിക്കുള്ള ഡോ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി മൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതെടുത്ത് ഞാൻ വേഗം പൊരിക്കാൻ നോക്കുന്നുണ്ടോ. എൻ്റെ സ്ഥിരം ഫ്രൈ ചെയ്യുന്ന ചീനച്ചട്ടിയിലാണ്. എനിക്കിതിൽ ഫ്രൈ ചെയ്താൽ മാത്രമേ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ഒരു വശത്തിരുന്നിട്ട് മുട്ടക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വശത്തുനിന്ന് പരത്തി ഈ ഒരു തിക്നെസ്സിൽ, അത്യാവശ്യം തിക്നെസ്സിലാണ് കേട്ടോ പൊരിച്ച പത്തിരിക്ക് ഇതാക്കുന്നത്. സാധാരണ ഞാൻ മൊത്തം മാവ് പരത്തിയിട്ട് അടപ്പ് വെച്ചിട്ട് ഒരേ അളവിലൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇന്ന് പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മടിപ്പണിയൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. മുട്ടക്കറി ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. പക്ഷെ ഞാനിത് മുഴുവനായിട്ട് തിളയ്ക്കാൻ വിടൂല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയോ ഇളക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിന്റെ തിള അവിടെ നിർത്തുന്നുണ്ട്. പിന്നെ സമയമൊക്കെ ഏകദേശം 6 മണി ആവാറായി എന്ന് കണ്ടപ്പോൾ വേഗം ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പത്തിരി ഓൾമോസ്റ്റ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിയാറായപ്പോൾ പിന്നെ ഞാൻ ആ ഓയിലിൽ തന്നെയാണ് നമ്മളെ കട്ട്ലേറ്റും ഫ്രൈ ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഇതുപോലെ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള പണി തന്നെയായിരുന്നു എടുക്കല്. ഇപ്പൊ പിന്നെ അത് റെഗുലറായിട്ട് നമുക്ക് ചെയ്യേണ്ടതുകൊണ്ട് എൻ്റെ കയ്യും കാലും ഇല്ലാതാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതുപോലെ തവിയിലേക്ക് ഇട്ടിട്ടാണ് ഇടുക. അത് പിന്നെ സേഫാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കാണ് നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കേണ്ട മൂഡൊന്നുമില്ല. പിന്നെ വേഗം കട്ട്ലറ്റൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ സൈഡിലൂടെ ജ്യൂസ് അടിച്ച് ചായ വെക്കുന്നുണ്ട്. പിന്നെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മോക്ക് ഇഷ്ടമാണ് ചായ വെക്കാൻ. അപ്പോൾ മോള് ചായ വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ റഷിക്ക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ലൈം ഇവിടെ നിർബന്ധമാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി. ലൈം ജ്യൂസ് ഒട്ടും ഹെൽത്തി അല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ എന്നാലും അതൊന്നും നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നുള്ളത് എനിക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ മാത്രം കേട്ടോ ഞാൻ കട്ട്ലറ്റ്സ് ഫ്രൈ ചെയ്യാറുള്ളൂ. ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. ഈ ഒരു ക്രിസ്പിനെസ് ഒരുപാട് സമയം നിൽക്കും. പിന്നെ അത് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളൂ, ഒക്കെ വേസ്റ്റ് ആക്കാണ്. പിന്നെ ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പൊളിച്ചയ്ക്കുള്ള മുരിങ്ങയിലയും കൂടി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ. ഇനി പറ്റുന്ന പോലെയൊക്കെ അടുത്ത ദിവസങ്ങളിലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളെ തൊട്ട് നല്ല ബിസി ആട്ടോ.